തിരുവനന്തപുരം മ്യൂസിയം സ്റ്റേഷനിൽ ഇഡി കേസ് പ്രതികൾ ആഘോഷിച്ചതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. ഉദ്യോഗസ്ഥരെ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റും. സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന 6 പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. റഹീസ് റഷീദുണ്ട് നമുക്കൊപ്പം. റഹീസ്, അപ്പോൾ IP ബിനു അടക്കമുള്ള CPM-ന്റെ നേതാക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകി, അവർക്ക് ഡ്രസ് കോഡ് ഉൾപ്പെടെ റെഡിയാക്കി നൽകി, അതായത് വസ്ത്രം എടുത്ത് നൽകി. പോലീസുകാരിട്ട് അതേ കളർ ഡ്രസ്സിലാണ് ഇപ്പോൾ IP ബിനുവിനെല്ലാം ആ റീലിൽ നമ്മൾ കാണുന്നത്. അവർക്ക് ഊഞ്ഞാലാട്ടത്തിനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി നൽകിയവർക്കെതിരെ കടുത്ത നടപടി അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ റഹീസ്? ഷിഹാസ്, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ഈ വിഷയം വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പെട്ടെന്നൊരു വകുപ്പ് തല നടപടിയിലേക്ക് പോകാനുള്ള ഏതാണ്ടൊരു തീരുമാനത്തിലേക്ക് വകുപ്പ് എത്തിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അരുൾ RB കൃഷ്ണയായിരിക്കും അക്കാര്യത്തിൽ നടപടി തീരുമാനമെടുത്തു. അത് നടപടി ഇംപ്ലിമെന്റേഷൻ ചെയ്യുക അദ്ദേഹമായിരിക്കും. നമ്മൾ മനസ്സിലാക്കുന്ന വിവരമനുസരിച്ച് 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരിക്കും വകുപ്പ് തല നടപടി ഉണ്ടാവുക. അവർ കോൺസ്റ്റബിൾമാരാണ്. ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും കോൺസ്റ്റബിൾമാരുമാണ്. AR ക്യാമ്പിലേക്കായിരിക്കും അവരെ മാറ്റുക എന്ന് മനസ്സിലാക്കുന്നു. പ്രതികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത് സമയത്ത് ഇവരുടെ അറിവുണ്ടായിരുന്നു എന്നതാണ് അവർക്കെതിരെയുള്ള നടപടിക്കുള്ള കാരണമായി മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇവർ ധരിച്ചിരുന്ന വസ്ത്രം സംബന്ധിച്ച് ഒരേ ഡ്രസ് കോഡ് പ്രതികൾ ധരിച്ചത് സംബന്ധിച്ച വിശദമായ ഒരു തുടരന്വേഷണം കൂടി നടത്താനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. അതായത് പോലീസുകാർക്ക് ഡ്രസ്സ് എടുത്ത സമയത്ത് IP ബിനുവിനും കൂടി അവർക്കൊപ്പം ഡ്രസ്സ് എടുത്തു എന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ സംശയമായി പറഞ്ഞത്. അത് സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്നും പറയുന്നു. സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന, അതായത് ശനിയാഴ്ച വരെ സ്റ്റേഷന്റെ ചുമതലയുണ്ടായിരുന്ന R പ്രശാന്ത്, SCI റാങ്കിലുള്ള R പ്രശാന്ത് നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പ് തൃശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഈ ഓണാഘോഷ വിവാദം നടക്കുന്ന അന്ന് വൈകുന്നേരമാണ് അദ്ദേഹം റിലീവ് ചെയ്തത്. അദ്ദേഹത്തിനെതിരെയും നടപടി ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഏത് തരത്തിലുള്ള നടപടിയെന്ന് തിരുവനന്തപുരം റേഞ്ച് IG ആയിരിക്കും തീരുമാനിക്കുക. നടപടി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട്.